കായംകുളം ഏഞ്ചൽസ് ആർക്ക് സീനിയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. ജോബ് ടി ഫിലിപ്പ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കായംകുളം ഏഞ്ചൽസ് ആർക്ക് സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഡിസംബർ 19-20 തീയതികളിൽ നടന്നു. റെവറൻഡ് ജോബ് ടി ഫിലിപ്പ് മുഖ്യ അതിഥിയായി. പ്രസ്തുത ചടങ്ങിൽ സ്കൂൾ ഫൗണ്ടർ ഡയറക്ടർ ശാന്തി ഫിലിപ്പ്, HR ഡയറക്ടർ റൂബിൻ ഫിലിപ്പ്, സ്കൂൾ പ്രിൻസിപ്പൽ ജയപ്രദീപ്, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ദീപ പി ഡൊമിനിക് എന്നിവർ പങ്കെടുത്തു. റെവറൻഡ് ജോബ് ടി ഫിലിപ്പ് ക്രിസ്മസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്ക് ക്രിസ്മസ് സന്ദേശവും നൽകി. 9 മാസവും 9 ദിവസവും കഴിഞ്ഞ് ഈ ലോകത്തിൽ ഒരു കുഞ്ഞിനെ ദാനമായി നൽകിയാണ്. അവന്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലഘട്ടത്തിൽ വിഭിന്നമായി ആ മാതാവ് അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും, അന്നത്തെ സാഹചര്യത്തിൽ ഒരു വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഒരു കന്യകയുടെ അടുക്കൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാനായിട്ടിടയാണ്. പക്ഷെ ആ ലോകം അവളെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ്. പക്ഷേ ദൈവത്തിന്റെ വലിയൊരു കരുതലും സ്നേഹവും അവളിൽ ഉണ്ടായി എന്നുള്ളതാണ് ലോകരക്ഷകനെ നൽകുന്നതും അതിനുശേഷവും അവളിൽ ഉണ്ടാകുന്നുള്ളതാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജീസസ് ക്രൈസ്റ്റ്, ഇമ്മാനുവേൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെ പിന്നിലുണ്ട്, എൻ്റെ ഇരുവശങ്ങളിലുണ്ട്, ഞാൻ പോകുന്ന യാത്രയിലുണ്ട്, എൻ്റെ ഭവനത്തിലുണ്ട്, ഞാൻ പഠിക്കുന്ന മേഖലയിലുണ്ട്, ഈ സ്ഥാപനത്തിലുണ്ട്, ഈ ലോകത്ത് എവിടെയുണ്ട്. അവിടെയാണ് ഈശ്വരൻ എൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ള വലിയ ബോധ്യം ഉണ്ടാകേണ്ടത് എന്ന് പ്രത്യേകമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ കഥ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു പക്ഷേ അവന്റെ ലൈഫ് അങ്ങനെ അങ്ങ് തീരാതെ, പക്ഷെ എട്ന എന്ന് പറയുന്ന പെൺകുട്ടി അവനെ ചേർത്ത് നിർത്തി, അവന് ഭക്ഷണം നൽകി. പക്ഷെ വളർന്നു വന്നപ്പോൾ ആ എട്നയെ ക്രിസ്റ്റ്യാനോ മറന്നില്ല. വലിയൊരു ഗിഫ്റ്റ് നൽകിയിട്ടാണ് ആ എട്നയെ ചേർത്ത് നിർത്തുവാനായിട്ട് ഇടയായത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ നല്ല മക്കളാണ്. ദൈവത്തിന്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ മെനഞ്ഞുണ്ടാക്കിയിരിക്കുകയാണ്. നല്ല മക്കളായി നമ്മൾ തീരണമെങ്കിൽ നന്മകളും സന്തോഷവും സമാധാനവും കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്ന. തുടർന്ന് ബൈബിൾ റീഡിംഗ്, യേശുദേവന്റെ തിരുപ്പിറവി, സാന്റയുടെ എൻട്രി, മാർഗംകളി, മ്യൂസിക്കൽ ട്രീറ്റ്, ക്രിസ്മസ് സോങ്, 9ാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ്, ഹൗസ് വൈസ് കോമ്പറ്റീഷൻ, കരോൾ സോങ് എന്നിവ നടന്നു. കരോൾ സോങ്ങിൽ കോറൽ ഹൗസ് 1ാം സമ്മാനം കരസ്ഥമാക്കി. വിവിധ കലാപരിപാടികൾ ഇതിന്റെ ഭാഗമായി നടന്നു. CDNet ന്യൂസ്, കായംകുളം.